ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ കൺവേർജൻസ് ടു IFRS എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന പ്രോസസ് ഓഫ് സെറ്റിംഗ് IFRS ആൻഡ് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഓഫ് IFRS എന്നീ ഏരിയകളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ആ ക്ലാസ് കൂടെ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. പ്രോസസ് ഓഫ് സെറ്റിംഗ് IFRS. നമ്മൾ പറഞ്ഞു IFRS സെറ്റ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. IASP എന്ന് പറയുന്ന ബോർഡാണ് IFRSനെ സെറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിൽ IFRS സെറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന അതിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റേജസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സെറ്റിംഗ് ദി അജണ്ട സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രോസസ്സ് വരുന്നത്. ദറ്റ് ഈസ് അജണ്ട എന്ന് പറയുന്നത് നമുക്കറിയാം, സാധാരണ ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു അജണ്ട ഉണ്ടാവും, എന്താണ് ആ മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ എന്ത് ചെയ്യണം, ഒരു അജണ്ട സെറ്റ് ചെയ്യണം. ഇറ്റ് ഈസ് എൻ അജണ്ട ഓഫ് വേരിയസ് എലമെന്റ്സ് ഓഫ് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഈസ് സെറ്റ് ഫസ്റ്റ് എന്ത് ചെയ്യണം, കൺസെപ്ച്വൽ ഫ്രെയിംവർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു അജണ്ട സെറ്റ് ചെയ്യണം. അതിൽ സാധാരണയായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് റിലവൻസ് ഓഫ് യൂസേഴ്സ് ഓഫ് ദി ഇൻഫർമേഷൻ. ഓക്കെ, ഇതിനെ ഉപയോഗിക്കുന്ന ആളുകളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്, ദെൻ ആൻഡ് റിലയബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് കുഡ് ബി പ്രൊവൈഡഡ്. ഓക്കെ, ഇതിനെ എന്ത് ചെയ്യണം, ആദ്യം കൺസിഡർ ചെയ്യണം. ആൻഡ് അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് ഗൈഡൻസ് അവൈലബിൾ, നിലവിൽ എന്താണ് ഗൈഡൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ പോസിബിലിറ്റി ഓഫ് ഇൻക്രീസിങ് കൺവേർജൻസിൻ്റെ ഇൻക്രീസിങ് പോസിബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ചും, മറ്റൊന്ന് ക്വാളിറ്റി ഓഫ് ദി IFRS ടു ബി ഡെവലപ്ഡ്. ഓക്കെ, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന IFRSൻ്റെ ക്വാളിറ്റി എത്രത്തോളം ആവശ്യമായിട്ട് വരും. അതേപോലെ റിസോഴ്സസ് കൺസ്ട്രെയിൻസ്, ഓക്കെ, എന്തൊക്കെ റിസോഴ്സുകളാണ് ഉള്ളത് എന്നതിനെക്കുറിച്ചും എന്ത് ചെയ്യുന്നു, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് സെറ്റ് ചെയ്യുന്നു. ഇതാണ് ഒന്നാമത്തെ എന്ത് വരുന്നത്, സ്റ്റെപ്പ് വരുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത് എന്താണ്, പ്ലാനിങ് ദി പ്രൊജക്റ്റ് ആണ്. പ്രൊജക്റ്റിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നു. അതായത് ഇവിടെ നമ്മൾ സാധാരണ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കും. അതേപോലെ IFRS സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു പ്രൊജക്റ്റ് സെറ്റ് ചെയ്യുന്നു. ഈ ഒരു പ്ലാനിങ് ദി പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആകുന്നത് കൺസൾട്ടേഷൻ ഓഫ് ആൻഡ് കൺസിഡറേഷൻ ഓഫ് ദി റിലവൻറ്റ് കൺസെപ്ച്വൽ ഇഷ്യൂസ്, അതേപോലെ എക്സിസ്റ്റിംഗ് പ്രൊനൗൺസ്മെന്റ് ആൻഡ് പ്രാക്ടീസസ്. ഓക്കെ, സാധാരണ ഇത് IASB ഇതിനും വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു ഗ്രൂപ്പ് സെറ്റ് ചെയ്തിട്ടാണ് പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുന്നത്. ഒരു പ്രൊജക്റ്റ് മാനേജറുടെ അണ്ടറിൽ വേരിയസ് മെമ്പേഴ്സ് ഒക്കെ ഉൾക്കൊള്ളുന്നതായിട്ട് അങ്ങനെയാണ് ഒരു പ്രൊജക്റ്റിനെ എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത്. അപ്പം നമ്മൾ രണ്ടാമതായിട്ട് ഒരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഡെവലപ്പിംഗ് ആൻഡ് പബ്ലിഷിംഗ് എ ഡിസ്കഷൻ പേപ്പർ. ഒരു ഡിസ്കഷൻ പേപ്പർ എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു. ആ ഒരു ഡിസ്കഷൻ പേപ്പറിനെ പബ്ലിക്കിലേക്ക് എന്ത് ചെയ്യുന്നു, ഇതിനെ പബ്ലിഷ് ചെയ്യുന്നു. പബ്ലിക്കിലേക്ക് എന്തിനും വേണ്ടി, ഫോർ ദെയർ കമൻറ്റ്, പബ്ലിക്കിൻ്റെ കമൻറ്റിനും വേണ്ടിയിട്ട് ഇതിനെ പബ്ലിഷ് ചെയ്യുന്നു. അതായത് നമുക്ക് വേണ്ട ഫ്രെയിം വർക്കുകളും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളൊരു ഡിസ്കഷൻ നടത്തിയതിന് ശേഷം ഒരു ഡിസ്കഷൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു, പബ്ലിഷ് ചെയ്യുന്നു. ഈ ഒരു ഡിസ്കഷൻ പേപ്പറിനെ നമ്മൾ പബ്ലിക്കിലേക്ക് എന്ത് ചെയ്യുന്നു, ഓവർവ്യൂവിന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്യുന്നു. ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പോസിബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ച് ഒരു ഓവർവ്യൂ പബ്ലിക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരുടെ കമൻറ്റുകളായിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ഡിസ്കഷൻ പേപ്പർ സബ്മിറ്റ് ചെയ്തതിന് ശേഷം പബ്ലിക്കിൽ നിന്നും കമൻറ്റുകളും ഒക്കെ ലഭിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ ദാറ്റ് നാലാമത്തെ സ്റ്റേജിൽ ഡെവലപ്പിംഗ് ആൻഡ് പബ്ലിഷിംഗ് എക്സ്പോഷർ ഡ്രാഫ്റ്റ്. ഒരു ഡ്രാഫ്റ്റ് സ്റ്റാൻഡേർഡിനെ എന്ത് ചെയ്യുന്നു, പബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ അതിനെ പബ്ലിക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാ പബ്ലിക്കിനും കിട്ടുന്ന രീതിയിലായിട്ട് അവരുടെ കമൻറ്റുകൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അതിനെ പബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ പബ്ലിഷ് ചെയ്യുകയാണ് നമ്മൾ നാലാമത്തെ സ്റ്റേജിൽ ചെയ്യുന്നത്. എക്സ്പോഷർ ഡ്രാഫ്റ്റായിട്ട് നമ്മൾ നേരത്തെയുള്ള ഒരു ഡിസ്കഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സ്പോഷൻ ഡ്രാഫ്റ്റാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിനെ എന്ത് ചെയ്യുന്നു, പബ്ലിക്കിൻ്റെ കമൻറ്റിലേക്കായിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നു. അതിനുശേഷം അഞ്ചാമത്തെ സ്റ്റേജിൽ വരുന്നത് ഡെവലപ്പിംഗ് ആൻഡ് പബ്ലിഷിംഗ് ദി സ്റ്റാൻഡേർഡ്. ഓക്കെ, ഈ ഒരു എക്സ്പോഷർ ഡ്രാഫ്റ്റ് നമ്മൾ പബ്ലിക്കിൻ്റെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ലഭിച്ചതിന് ശേഷം ഇതിനെക്കുറിച്ച് IASB ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ അതെന്ത് ചെയ്യുന്നു, ഫൈനലൈസ് ചെയ്തുകൊണ്ട് ആ ഒരു സ്റ്റാൻഡേർഡായിട്ട് മാറുന്നു. ഇത് ഫൈനലൈസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റാൻഡേർഡായിട്ട് എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു. ഇതാണ് അഞ്ചാമത്തെ സ്റ്റേജിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ആറാമത്തെ സ്റ്റേജിൽ വരുന്നത് പ്രൊസീജിയേഴ്സ് ആഫ്റ്റർ എ സ്റ്റാൻഡേർഡ് ഇഷ്യൂഡ്. ആഫ്റ്റർ സെറ്റിംഗ് ദി സ്റ്റാൻഡേർഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് എന്താണ്, പ്രൊസീജിയേഴ്സ് ആഫ്റ്റർ എ സ്റ്റാൻഡേർഡ് ഇഷ്യൂഡ് ആണ്. അതായത് സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോർഡ് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് റെഗുലർ ആയിട്ട് മീറ്റിങ്ങുകൾ കൺവിൻസ് ചെയ്യണം. അതായത് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും അൺറിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ, അതേപോലെ തന്നെ ഈ ഒരു സ്റ്റാൻഡേർഡ്
പ്രാക്ടിക്കലി അപ്ലിക്കബിൾ ആണോ എന്നതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി റെഗുലറായിട്ട് മീറ്റിങ്ങുകൾ കൂടി ചേർന്നുകൊണ്ട് ഡിസ്കഷൻസുകൾ കണ്ടക്ട് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റേജ് വരുന്നത്, IFRS സെറ്റിങ്ങിൻ്റെ സ്റ്റേജസ് അല്ലെങ്കിൽ പ്രോസസ്സ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞത് സെറ്റിംഗ് അപ്പ് ഓഫ് അജണ്ടയാണ്. നെക്സ്റ്റ് സ്റ്റേജിൽ പറഞ്ഞത് പ്ലാനിംഗ് പ്രൊജക്റ്റ്. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ പറഞ്ഞത് ഡെവലപ്പിംഗ് ആൻഡ് പബ്ലിഷിംഗ് ഡിസ്കഷൻ പേപ്പർ. ദെൻ നെക്സ്റ്റ് ഡെവലപ്പിംഗ് ആൻഡ് പബ്ലിഷിംഗ് എക്സ്പോഷർ ഡ്രാഫ്റ്റ്. Then developing and publishing the standards, then procedures after standard issued. These are the process or stages of IFRS setting. Okay, then next we are discussing what are the conceptual framework of IFRS. Okay, നമ്മൾ നേരത്തെ പറഞ്ഞു conceptual framework എന്ന് പറഞ്ഞു. അതായത് conceptual framework എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IFRS is formed based on എന്താണ് principles, not based on rules എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഈ ഒരു കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഓഫ് IFRS കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ദിസ് ഈസ് എ തിയററ്റിക്കൽ പ്രിൻസിപ്പിൾസ് അപ്പോൺ വിച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ടു ബി ഫോംഡ് ഓർ ക്രിയേറ്റഡ്. ഓക്കെ, തിയററ്റിക്കൽ പ്രിൻസിപ്പിൾസ് which provides the basis for the development of accounting standard. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ബേസിസ് ആയിട്ട് മാറുന്ന പ്രിൻസിപ്പിൾസിനെയാണ്, ചില പ്രിൻസിപ്പിൾസിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഓഫ് IFRS എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ഫൗണ്ടേഷൻ ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ എന്താണ്, ഒരു ഫൗണ്ടേഷൻ ആയിട്ടാണ് അറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ആക്ട് ആസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രോസസ്. ദാറ്റ് ഈസ് ഇറ്റ് ആക്ട് ആസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രോസസ്. ഓക്കെ, കൺസെപ്റ്റ് സാധാരണ നമ്മൾ കൺസെപ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തൊക്കെയാണ്, ഗ്രൗണ്ട് വർക്ക് അല്ലെങ്കിൽ ബേസിസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് ദി സൂപ്പർ സ്ട്രക്ചർ ഓഫ് സ്റ്റാൻഡേർഡ് ക്യാൻ ബി ക്രിയേറ്റഡ്. നമ്മുടെ സൂപ്പർ സ്ട്രക്ചർ ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രൗണ്ട് വർക്കിനെ അല്ലെങ്കിൽ അതിൻ്റെ ബേസിസിനെ അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവിടെ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഓഫ് IFRS എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, then next what are the elements of conceptual framework of IFRS? കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ദാറ്റ് ഈസ് ദി പ്രിൻസിപ്പിൾസ് വിച്ച് ആർ യൂസ്ഫുൾ ഫോർ ഫോമിംഗ് ദി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസിസ് ഫോർ ഫോമിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ എലമെൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ വരുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ്. ദാറ്റ് ഈസ് ദി മെയിൻ എയിം ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദി ഫിനാൻഷ്യൽ പൊസിഷൻ. ഓക്കെ, ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. ദെൻ അതേപോലെ അതിൻ്റെ പെർഫോമൻസ് ആൻഡ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ. ഓക്കെ, ഫിനാൻഷ്യൽ പൊസിഷൻ ഉണ്ടാകുന്ന മാറ്റവും ഓഫ് ആൻ എൻ്റർപ്രൈസസ് ദാറ്റ് ഈസ് യൂസ്ഫുൾ ടു വൈഡ് റേഞ്ച് ഓഫ് യൂസേഴ്സ് ഇൻ മേക്കിംഗ് എക്കണോമിക് ഡിസിഷൻ. ഓക്കെ, അതായത് ഒരുപാട് യൂസേഴ്സ് ഉണ്ടാവും, അവർക്ക് എക്കണോമിക് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എന്ത് വരുന്നത്, ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റീവ് എന്താണ്, ഇതിൻ്റെ ഒരു IFRS ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എലമെൻറ്റ്സ് ആയിട്ടാണ്, അതിൻ്റെ കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിൻ്റെ ഒരു എലമെൻറ്റ്സ് ആയിട്ടാണ് ഒബ്ജക്റ്റീവ്സിനെ കാണുന്നത്. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ വരുന്നത് യൂസേഴ്സ് ആണ്. ദാറ്റ് ഈസ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസേഴ്സ് ആരൊക്കെയാണ് നമുക്കറിയാം. ഇൻവെസ്റ്റേഴ്സ് വരാം, എംപ്ലോയീസ് വരാം, ലെൻഡേഴ്സ് വരാം, സപ്ലയേഴ്സ് വരാം, ഇനി അതർ ട്രേഡേഴ്സ് വരാം, കസ്റ്റമേഴ്സ് വരാം, ഗവൺമെൻറ് വരാം, ഇനി അതർ ഏജൻസീസ്, ഗവൺമെൻറ്റിൻ്റെ ഏജൻസീസുകൾ, പബ്ലിക് വരാം, മാനേജ്മെൻറ്റ് വരാം, ഇനി മറ്റുള്ള എല്ലാ ആളുകളും. ഓക്കെ, ഒരുപാട് ആളുകൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മറ്റൊരു എന്ത് വരുന്നത്, കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിൽ വരുന്ന എലമെൻറ്റ് വരുന്നത് യൂസേഴ്സ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് അണ്ടർലൈങ് അസംഷൻസ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അസംഷൻ ബേസ് ചെയ്തുകൊണ്ട്, ചില അസംഷൻസ് ബേസ് ചെയ്തുകൊണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് അക്രൂവൽ ബേസിസ്, നമ്മൾ അക്രൂവൽ ബേസിസ്, അതായത് അക്രൂ ചെയ്യുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് ആക്ച്വലായിട്ട് കിട്ടുന്നതിന് മുമ്പേ നമ്മൾ അത് അക്രൂ ചെയ്യുന്ന സമയത്ത് തന്നെ, അതായത് അത് കിട്ടേണ്ട സമയമാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അത് റെക്കോർഡ് ചെയ്യും. അതാണ് അക്രൂവൽ ബേസിസ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഗോയിങ് കൺസേൺ എന്നുള്ളത് ഒരു എൻറ്റിറ്റി ആണെങ്കിൽ അത് ഗോയിങ് കൺസേൺ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും എന്താണ്, ഒരു അണ്ടർലൈൻ അസംഷൻസ് ആണ്. ദെൻ നെക്സ്റ്റ് മറ്റൊന്ന് വരുന്നത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് സാധാരണ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ അണ്ടർസ്റ്റാൻഡബിലിറ്റി, അതേപോലെ റിലവൻസ്, മെറ്റീരിയാലിറ്റി, റിലയബിലിറ്റി, ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ, സബ്സ്റ്റാൻസ് ഓവർ ഫേം, ന്യൂട്രാലിറ്റി, അതേപോലെ പ്രുഡൻസ്, കംപ്ലീറ്റ്നെസ് ആൻഡ് കമ്പാരബിലിറ്റി, ഇങ്ങനെ വരുന്ന ഒരുപാട് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സുകൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്നത് എലമെൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എലമെൻറ്റ്സുകൾ ഏതൊക്കെയാണ്, അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇക്വിറ്റി, ഇൻകം,
എക്സ്പെൻസ് ഇങ്ങനെ വരുന്ന എലമെൻസുകൾ. ഇതാണ് മറ്റൊരു എലമെൻറ്റ് ഓഫ് എന്ത് വരുന്നത്, കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് വരുന്നത്, എന്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എലമെൻറ്റ്സ്. ദെൻ നെക്സ്റ്റ് concepts and capital maintenance. Okay, both the financial and physical concept of capital have been listed. Okay, ഇതാണ് conceptual framework ന്റെ എലമെന്റ്സുകൾ വരുന്നത്. ഒബ്ജക്റ്റീവ്സ്, യൂസേഴ്സ്, അണ്ടർലൈങ് അസംഷൻസ്, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, എലമെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, കൺസെപ്റ്റ്സ് ആൻഡ് ക്യാപിറ്റൽ മെയിൻ്റനൻസ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രോസസ് ഓഫ് സെറ്റിംഗ് IFRS ആൻഡ് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഓഫ് IFRS എന്നീ ടോപ്പിക്കുകളെ കുറിച്ചാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക്